സാധാരണയായി കാണാറുള്ള തൈറോയ്ഡ് രോഗങ്ങൾ ഏതൊക്കെയാണ് സർ? അവയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സാധാരണയായി തൈറോയ്ഡ് രോഗങ്ങളെ നമ്മൾ 5 തിരിക്കാം. അതിലൊന്ന് ഹൈപ്പോതൈറോയിഡിസം, അഥവാ നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് ആവശ്യത്തിന് ഹോർമോൺ ഉണ്ടാക്കാതിരിക്കുന്ന ഒരു കണ്ടീഷൻ. ഹൈപ്പർ തൈറോയിഡിസം നമ്മുടെ ശരീരം തൈറോയ്ഡ് ഗ്ലാൻഡ് ആവശ്യത്തിൽ കൂടുതൽ തൈറോയ്ഡ് ഹോർമോൺ ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷൻ. ഗോയിറ്റർ അഥവാ തൈറോയ്ഡ് ഗ്രന്ഥി മൊത്തത്തോടെ മുഴച്ചു വരിക, അല്ലെങ്കിൽ അതിൻ്റെ സൈസ് കൂടുക. തൈറോയ്ഡ് നോഡിൽ മുഴകളുണ്ടാവുക. തൈറോയ്ഡ് മുഴകളുണ്ടാകാം. അത് ഒരു മുഴയാവാം, ഒന്നിൽ കൂടുതൽ മുഴയാം. ഒരു മുഴയാണെങ്കിൽ നോഡുലാർ ഡിസീസ് എന്ന് പറയും, ഒന്നിൽ കൂടുതലാണെങ്കിൽ മൾട്ടി നോഡുലാർ ഗോയിറ്റർ എന്ന് പറയും. അതുപോലെ തന്നെ മാലിഗ്നൻസി, തൈറോയ്ഡ് ക്യാൻസേഴ്സ് ഉണ്ടാകും. ഈ 5 കണ്ടീഷനായിട്ട് നമുക്കിതിനെ ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്യാം. ഇതിൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് തൈറോയ്ഡ് ഹോർമോൺ ഉണ്ടാക്കുന്നില്ല. അങ്ങനെ ആവശ്യത്തിന് തൈറോയ്ഡ് ഹോർമോൺ ഉണ്ടാക്കാതിരിക്കുന്ന അവസ്ഥ വരുമ്പോൾ ആ രോഗികളിൽ അമിതമായി വണ്ണം വയ്ക്കുക, മുടി കൊഴിയുക, ക്ഷീണം, അവരുടെ ശബ്ദത്തിന് വ്യതിയാനങ്ങൾ ഉണ്ടാവുക, ഇങ്ങനെയുള്ള കാരണങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ആവശ്യത്തിൽ കൂടുതൽ തൈറോയ്ഡ് ഹോർമോൺ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയുള്ള രോഗികളിൽ അവരുടെ നെഞ്ചിടിപ്പ് കൂടുക, ആൻസൈറ്റി വരിക, അവർ ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും മെലിഞ്ഞിരിക്കുക, ഇങ്ങനെയുള്ള പ്രവണതകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മൾട്ടിനോഡുലാർ ഗോയിറ്റർ അല്ലെങ്കിൽ നോഡ്യൂൾ, ഈ 2 കണ്ടീഷനിലും ചില സമയങ്ങളിൽ ഹോർമോണിൽ യാതൊരുവിധ വ്യതിയാനങ്ങളും ഉണ്ടാവുകയില്ല. ഹോർമോൺ ലെവൽസ് നോർമൽ ആയിരിക്കാം, പക്ഷേ തൈറോയ്ഡ് ഗ്രന്ഥി മാത്രം വലുതാകാം. അങ്ങനെയുള്ള രോഗികളിൽ അൾട്രാസൗണ്ട് എക്സാമിനേഷനിലൂടെ മാത്രമേ നമുക്ക് എന്തെങ്കിലും അപാകത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റുകയുള്ളൂ. അങ്ങനെ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അതിന് അടുത്ത ടെസ്റ്റുകളിലൂടെ പോകേണ്ടി വരും. പിന്നെ ഉള്ളത് തൈറോയ്ഡ് ക്യാൻസേഴ്സ്. നമ്മൾ കുത്തിയെടുത്ത് പരിശോധിക്കുമ്പോൾ ക്യാൻസറസ് സെല്ലോ അല്ലെങ്കിൽ അൾട്രാസൗണ്ട് പരിശോധന ചെയ്യുമ്പോൾ അതിൽ ക്യാൻസർ പോലുള്ള ലക്ഷണങ്ങൾ കാണുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന് ട്രീറ്റ്മെൻറ്റ് വേറെയാണ്. ഈ മൾട്ടിനോഡുലാർ ഗോയിറ്റർ അല്ലെങ്കിൽ നോഡുലാർ ഗോയിറ്റർ അല്ലെങ്കിൽ ക്യാൻസർ, ഇതിന് പൊതുവേ ഹോർമോൺ ലെവൽ നോർമൽ ആണെങ്കിൽ യാതൊരുവിധ ലക്ഷണങ്ങളും ഉണ്ടായിരിക്കുന്നതല്ല.